ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. ഒരു പുതിയ ദിവസത്തിന്റെ പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനം തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ പ്രഭാതം വന്നയുടെ ചിന്താ വിഷയം ആദ്യ സ്നേഹം എന്നുള്ളതാണ്. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വെളിപ്പാട് പ്രവചനം 2-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. വെളിപ്പാട് 2:4. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. സ്നേഹത്തിന്റെ ഉദാത്ത ഭാവങ്ങളെയും അമൂല്യ സ്വഭാവത്തെയും പ്രകീർത്തിക്കുന്ന അനേകം കാവ്യങ്ങൾ തിരുവചനത്തിലുണ്ട്. പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ രചിച്ചിട്ടുള്ളത് അപ്രകാരം പ്രസിദ്ധമായ ഒരു സാഹിത്യ സൃഷ്ടിയാണ്. പരിശുദ്ധാത്മ വരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സ്നേഹമാണെന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകയില്ല എന്നതാണ് സ്നേഹത്തിന്റെ ഏറ്റവും വലിയ മഹത്വം. ഒരു ഡോക്ടറുടെ ഡയറി കുറിപ്പിൽ ശ്രദ്ധേയമായൊരു സംഭവം ഇപ്രകാരമാണ്. ഒരു ദിവസം രാവിലെ ഡോക്ടർ ക്ലിനിക്കിലേക്ക് ഏകദേശം 80 വയസ്സ് പ്രായമുള്ള ഒരാൾ എത്തി. ചില ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വലിയ മുറിവുണ്ടായി. അതിന്റെ കുത്തിക്കെട്ട് എടുക്കുന്നതിന് സമയമായോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഈ ഡോക്ടർ ക്ലിനിക്കിലേക്ക് എത്തിയത്. ഡോക്ടർ പരിശോധിക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അത്യാവശ്യമായി 9 മണിക്ക് ഒരു സ്ഥലം വരെ പോകേണ്ടതുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് എന്നെ വിടണമെന്ന്. അപ്പോൾ ഡോക്ടർ അദ്ദേഹത്തോട് ചോദിച്ചു, 9 മണിക്ക് എത്താൻ എന്താണ് ഇത്ര അത്യാവശ്യമായ കാര്യം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യ ഒരു നേഴ്സിംഗ് ഹോമിലാണ്. അവൾ അൾസിമേഴ്സ് എന്നൊരു രോഗത്തിന് അടിമയാണ്. കഴിഞ്ഞ 5 വർഷമായി അവൾ അവിടെ ആ ക്ലിനിക്കിലാണ്. അത് എല്ലാ പ്രഭാതത്തിലും ഞാൻ അവളോടൊപ്പം ഭക്ഷണത്തിന് പോകുന്നുണ്ട്. അത് കൃത്യം 9 മണിക്ക്, അതുകൊണ്ട് എനിക്ക് അവിടെ എത്തേണ്ടതുണ്ടെന്ന് അദ്ദേഹം ഈ ഡോക്ടറോട് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ആ മനുഷ്യനോട് ചോദിച്ചു, താങ്കൾ 9 മണിക്ക് തന്നെ കൃത്യം ചെന്നില്ലെങ്കിൽ താങ്കളുടെ ഭാര്യ അസ്വസ്ഥയാവുകയോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ വയോധികനായ ആ മനുഷ്യൻ ആ ഡോക്ടറെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല, അവൾ എന്നെ ഒരിക്കലും തിരിച്ചറിയുന്നത് പോലുമില്ല. കഴിഞ്ഞ 5 വർഷമായിട്ട് അവൾ ഈ അവസ്ഥയിലാണ്. ഡോക്ടർ അല്പം അത്ഭുതപ്പെട്ടു പോയി. താങ്കൾ ആരാണെന്ന് പോലും തിരിച്ചറിയാത്ത അവസ്ഥയിലായിട്ടും എല്ലാ പ്രഭാതത്തിലും അവരോടൊപ്പം ഭക്ഷണം കഴിക്കാൻ താങ്കൾ പോകുന്നുണ്ടെന്നോ? ഡോക്ടറുടെ കാര്യത്തിൽ പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അവൾക്ക് എന്നെ അറിയാൻ പാടില്ല, പക്ഷേ അവൾ ആരാണെന്ന് എനിക്കറിയാം. യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് അത് ശാശ്വതമാണ്. അത് വാങ്ങുന്നതല്ല, അത് കൊടുക്കുന്നതാണ്. അത് സ്വാർത്ഥപൂരിതമല്ല. ദൈവത്തോടുള്ള ബന്ധത്തിലും ഈ മനുഷ്യന്റെ വാക്കുകൾ പ്രസക്തം തന്നെ. ദൈവം നമ്മോടും ഇത് തന്നെയാണ് പറയുന്നത്. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്നെ അറിയുന്നു, സ്നേഹിക്കുന്നു, നിന്നോടൊപ്പം ഭക്ഷണം കഴിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം സ്നേഹിക്കുന്നതിന് മുന്നമേ നമ്മെ സ്നേഹിച്ച ഒരു കർത്താവ് നമുക്കുണ്ട്. ലോകസ്ഥാപനത്തിന് മുന്നേ നമുക്കായി ഇറക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട്. ഈ കർത്താവിന്റെ സ്നേഹം നാം രുചിച്ചറിയുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ ഈ പ്രഭാതത്തിൽ നമുക്ക് തീരുമാനമെടുക്കാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. അടിയങ്ങളുടെ ആയുസ്സിൽ ഒരു പകൽക്കാലം കൂടെ കാണുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ച കൃപകൾക്കായ നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ പ്രഭാതം പകൽ സമയം അടിയങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമാക്കി തീർക്കണമേ കർത്താവേ. ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സ്നേഹത്തിനനുസരിച്ച് ദൈവത്തിന്റെ നല്ല സാക്ഷികളായി ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രയാസത്തിലും ദുഃഖത്തിലും വിഷമത്തിലും കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓരോ മക്കൾക്കും ആശ്വാസവും സഹായവും അനുഗ്രഹവും വിടുതലും എല്ലാം കൊടുക്കുന്നത് എൻ്റെ ദൈവമാകിയാൽ നന്ദിയോടെ സ്തുതിക്കുന്നപ്പ. ഇന്ന് ജന്മദിനമുള്ള പ്രിയ മകൾ അന്നാമറിയും ജോയിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ പൈതലിനെ ദൈവം അനുഗ്രഹിക്കണമേ, ആയുസ്സോടെ ആരോഗ്യത്തോടെ കാക്കണമേ. ഈ വർഷക്കാലം
അനുഗ്രഹത്തിന്റെ, സന്തോഷത്തിന്റെ, സമൃദ്ധിയുടെ നല്ല വർഷമാക്കി സ്വർഗത്തിലെ ദൈവം തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയങ്ങളെ എല്ലാവരെയും സമ്പൂർണ്ണമായ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നതാ. ദൈവഹിതപ്രകാരം ഓരോ ദിവസവും ജീവിപ്പാൻ, ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിപ്പാൻ അടിയങ്ങളെ എല്ലാം സഹായിക്കണമേ. എല്ലാവിധ സ്വർഗീയ അനുഗ്രഹങ്ങളാലും നിറച്ചു വഴി നടത്തണം. പ്രാർത്ഥന കേട്ട കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. സകലവും ഞങ്ങൾക്കായി ജീവനെ തന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏറ്റവും താഴ്മയെ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കണം നല്ല പിതാവേ. ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു.